ഇനി ഏതൊക്കെ സിനിമകൾ വന്നാലും സാറിന്റെ അമരം, വടക്കൻ വീരകഥ, ന്യൂഡൽഹി, മോഹൻലാൽ സാറിന്റെ ദേവാസുരം, കിരീടം, താളവട്ടം, ഇതൊക്കെയാണ് സാറേ സിനിമകൾ. പിന്നെ മമ്മൂട്ടി സാറിന്റെ കഥ പറയുമ്പോൾ ഒന്ന് സിനിമ കണ്ടിട്ട് ഞാൻ എന്റെ കൂടെ പഠിച്ച കൂട്ടുകാരനെ കാണാൻ നാട്ടിൽ പോയി. അവൻ പേപ്പട്ടിയേറ്റ് മരിച്ചുപോയി. അവൻ എന്തെങ്കിലും സഹായം ചെയ്താലോ എന്നുകൂടി ഞാൻ ആലോചിച്ചതാ. ഞാൻ പിന്നെ കുറച്ച് കരഞ്ഞു, സാറ് കരയും പോലെ. ഫ്രീ ആയോ? അത് പറഞ്ഞില്ല. അകത്ത് സാർക്കുച്ചകോടിയൊന്നല്ലോ നടക്കുന്നു. ഒന്ന് മുട്ടി നോക്കാം. മുട്ടുവിൻ തുറക്കപ്പെടും എന്നാണല്ലോ. സിനിമയെ കാണുന്ന അതേ സ്വഭാവം, അതേ സൗന്ദര്യം, ഒരു സംഭവം തന്നെ. സോറി ഫോർ ദി ഡിസ്റ്റർബൻസ്. കുറച്ച് തിരക്കുണ്ടായിരുന്നു. ഷൂട്ടിംഗ് ലൊക്കേഷൻ വരികയാണ്. വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നല്ലോ. വെയിറ്റ് ചെയ്തു സാർ, ആവശ്യത്തിലേറെ വെയിറ്റ് ചെയ്തു. നേരം വെളുക്കുന്നവരെ സ്റ്റേഷൻ വരാൻ എന്തെങ്കിലും വെയിറ്റ് ചെയ്തുകൊണ്ട് ഞാൻ മമ്മൂട്ടി അല്ലാതാവില്ലല്ലോ. കാണാൻ വരുന്നവർ കുറച്ച് അറിയപ്പെടുന്നവരാണെങ്കിൽ അവരെ കൂടുതൽ നേരം ഇരുത്തി രസിക്കുന്ന ഒരു ശീലമുണ്ട് ചില ഓഫീസർമാർ. സാറിനൊരു പക്ഷേ തിരക്കുള്ളതുണ്ടാവാം. സാരമില്ല, ഞാൻ വേണം ഇനിയും വെയിറ്റ് ചെയ്യാം. ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു മിസ്സിംഗ് കേസിനെ കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ വന്നത്. ഇന്നലെ ഊട്ടിയിൽ ഷൂട്ടിംഗ് നടക്കുമ്പോൾ പ്രായപൂർത്തിയായ ഒരു പയ്യനും പെൺകുട്ടിയും എന്നെ കാണാൻ വന്നിരുന്നു. അവരവരുടേതായ ചില പ്രശ്നങ്ങൾ എന്നോട് സംസാരിച്ചു. സാറിനും അറിയാവുന്ന കാര്യങ്ങളാണ്. ആ പെൺകുട്ടിയെ സുരക്ഷിതമായിട്ട് ഞാൻ അവളുടെ വീട്ടിലെത്തിക്കാൻ ശ്രമിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞത് മരിക്കേണ്ടി വന്നാലും തിരിച്ച് വീട്ടിലേക്കില്ലെന്ന്. ആ ചെറുപ്പക്കാരൻ്റെ കൂടെയുള്ള ജീവിതമാണത്രേ അവൾക്ക് കുറച്ചുകൂടെ സേഫായിട്ട് തോന്നി. അത് മനസ്സിലാക്കിയ ഞാൻ അവരെ നേരെ മേട്ടുപ്പാളയം രജിസ്റ്റർ ഓഫീസിൽ കൊണ്ടുപോയി രജിസ്റ്റർ മാരേജ് ചെയ്യിപ്പിച്ചു. ഇപ്പോൾ അവരെൻ്റെ കൂടെ ഉണ്ട്. ഞാനവരെ വിളിക്കട്ടെ സാർ? ഇതാണ് സാർ മാരേജിൻ്റെ ഡോക്യുമെന്റ്സ്. അതിൽ രണ്ടാം സാക്ഷി PI മുഹമ്മദ് കുട്ടി ഞാനാണ്. മിസ്റ്റർ മമ്മൂട്ടി, ഇത് സിനിമയല്ല, ജീവിതം. ഇതാരാ? എഴുത്തച്ഛൻ. ഞങ്ങളുടെ സിനിമാ കഥകളിൽ പോലും നിങ്ങളെപ്പോലെ കണ്ണിൽ ചോരയില്ലാത്ത വില്ലന്മാരിപ്പോൾ ഇല്ലല്ലോ എഴുത്തച്ഛ. നമ്മളെന്തിനാണ് സാർ ഇദ്ദേഹത്തോട് സംസാരിക്കുന്നത്? എന്നോട് സംസാരിക്കണ്ട, പക്ഷെ സംസാരിക്കേണ്ടി വരും. പോലീസിനോടും കോടതിയോടും. പിന്നെ ഞാൻ സാറിനെ കുറ്റപ്പെടുത്തില്ല. ഒരു പോലീസ് ഉദ്യോഗസ്ഥനാകുമ്പോൾ നാട്ടിലെ പ്രമാണിമാർ പറയുന്നത് കേൾക്കുക അനുസരിക്കേണ്ടേക്ക് വരും ചിലപ്പോൾ. അത് സാധാരണയാണ്. ഈ കാര്യത്തിൽ ന്യായം ഇവരുടെ ഭാഗത്ത്. ഇങ്ങനൊരു സാഹചര്യത്തിൽ നിയമം അറിയാവുന്ന ഒരു അഡ്വക്കേറ്റ് ചുമ്മാ കൈയും കെട്ടി നോക്കി നിൽക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് സാറ് ക്ഷമിക്കണം. പിന്നെ എഴുത്തച്ഛൻ ഇനി ഇവരുടെ ജീവിതത്തിലേക്ക് ഇടിക്കട്ടയും മുളകുപൊടിയും ഗുണ്ടായിസവുമായിട്ട് ഇറങ്ങിയാൽ ആക്ടറും അഡ്വക്കേറ്റും അല്ലാത്തൊരു മമ്മൂട്ടിയുണ്ട്. ചെമ്പിൽ ഒരു സാധാരണ നാട്ടുപുറത്തുകാരൻ. അയാൾ പ്രതികരിക്കും. അതിനിടവരുത്തും. സാർ, പിന്നെ ഈ മിസ്സിംഗ് കേസിന് ക്ലോസ് ചെയ്യാലോ? ആളെ കിട്ടിയില്ല. താങ്ക് യു. വരട്ടെ എഴുത്തച്ഛ. വാ. നിന്നോട് ശത്രുത കാണിച്ചെങ്കിലും CI ജോർജ് സാർ ഇക്കാര്യത്തിൽ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ സമയാസമയങ്ങളിൽ വിളിച്ചറിയിച്ചിരുന്ന ഇദ്ദേഹമാണ്. സാറിന്റെ അടുത്തുള്ള ബഹുമാനം കൊണ്ടാണ്, അല്ലാതെ നിന്റെ അടുത്തുള്ള സ്നേഹം കൊണ്ടല്ല. കേട്ടടേ, രജിസ്ട്രേഷൻ ബോർഡൊന്നുമില്ലാത്ത ഈ ജോർജ് സാറിനെ പോലുള്ള ധാരാളം ഫാൻസ് നമുക്കുണ്ട്. നിങ്ങൾ മാത്രമല്ല കേട്ടോ. എന്നാ പിന്നെ അങ്ങനെ. ശരി സാർ. കുട്ടി ഇവന്റെ ഒരു എടുത്തുചാട്ടക്കാരനാ. ഒരു മൂക്കയറിട്ടേക്കണം. സാർ വൺ വേ ടിക്കറ്റിന്റെ 100ാം ദിവസമാണെന്ന് സാറ് വരും പറഞ്ഞു ഭയങ്കരമായിട്ട് ആള് കൂടിയിട്ടുണ്ട്. ഞാൻ 20 പോലീസുകാരെ വിട്ടിട്ടുണ്ട്. സാറ് വന്നു നോക്കട്ടെ. I'll try. Okay.